ഗുഡ് മോർണിംഗ് 24-ന്റെ വാർത്താ പ്രഭാതത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് മാസം 23-ാം തീയതിയാണ്, വെള്ളിയാഴ്ച, ഇടവം മാസം 9-ാം തീയതി. വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ പ്രതീക്ഷിക്കുന്ന ഒരു ദിവസമാണ്. എറണാകുളം തിരുവാണിയൂരിലെ 4 വയസ്സുകാരുടെ കൊലപാതകം. അതിൽ ഓരോ ദിവസവും ഓരോ മണിക്കൂറിലും പുറത്തുവരുന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇന്ന് അമ്മയുമായി തെളിവെടുപ്പിന് സാധ്യതയുണ്ട്. ഈ കുട്ടിയുടെ പ്രതിയായ കുട്ടിയുടെ ബന്ധുവിനെയും അമ്മയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം കിട്ടേണ്ടതുണ്ട്. 2 പോലീസ് സ്റ്റേഷനുകളിലാണ് ഇത് വരുന്നത്. ചെങ്ങമനാട് പോലീസ് സ്റ്റേഷനിലാണ് അമ്മയ്ക്ക് കേസുള്ളത് കൊലപാതകവുമായി ബന്ധപ്പെട്ട്. പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷനിലാണ് പിതൃ സഹോദരനായി. അപ്പോൾ ഇരുവരെയും ഒരുമിച്ചിരുത്തി അത് ഏത് രീതിയിലാകും പോവുക, ചോദ്യം ചെയ്യൽ, അത് എവിടെ വെച്ചാകും എന്നുള്ളതൊക്കെ പ്രധാനമാണ് അല്ലേ. മറ്റൊന്ന്, മഴ കൂടുതൽ ശക്തമാകുന്നുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇന്ന് 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട്. അതിന് വിശദാംശങ്ങൾ എന്താണ് എന്നുള്ള കാര്യം ഇനിയുള്ള 1 മണിക്കൂർ സമയത്തിൽ നമുക്ക് വളരെ വിശദമായി പരിശോധിച്ചു പോകാം. ഏതൊക്കെ ജില്ലകളിലാണ് എത്രത്തോളം ജാഗ്രത പുലർത്തേണ്ടത് എന്നുള്ള കാര്യം പ്രേക്ഷകരോട് പറയാം. മറ്റൊന്ന്, മലപ്പുറം കൂരിയാട് ദേശീയപാത നിർമ്മാണത്തിനിടെ റോഡ് ഇടിഞ്ഞു താഴുന്ന സംഭവത്തിൽ ഹൈക്കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നു. നേരത്തെ കോടതി ആവശ്യപ്പെട്ടത് പ്രകാരം ഇന്ന് കോടതിക്ക് മുമ്പിലേക്ക് ആ റിപ്പോർട്ട്. അത് മാത്രമല്ല, ഈ പലയിടങ്ങളിലായിട്ട്, ഒരിടത്ത് മാത്രമല്ല പലയിടങ്ങളിലായിട്ട് ദേശീയപാതയിൽ വിള്ളലുകളും പ്രശ്നങ്ങളും ഒക്കെ കാണുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു വിവാദത്തിലേക്ക് അത് കടന്നിട്ടുണ്ട്. പ്രതിപക്ഷം അത് ഉയർത്തിക്കാട്ടി വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്, പ്രതിഷേധങ്ങളിലേക്കൊക്കെ കടക്കും. അതൊരു വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്ക് വളരുന്നുണ്ട്. നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്നൊക്കെ അത് വ്യക്തമാണ്. അതെങ്ങനെയാണ് ആ രാഷ്ട്രീയ വിവാദം പുരോഗമിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ വളരെ വിശദമായി പരിശോധിക്കാം. മോർണിംഗ് ന്യൂസിന് വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുകയാണ്. എറണാകുളം തിരുവാണിയൂരിലെ 4 വയസ്സുകാരുടെ കൊലപാതകത്തിൽ അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുകയാണ് പോലീസ്. 22 അംഗ സംഘമാണ് രൂപീകരിച്ചിരിക്കുന്നത്. 3 വനിതാ SI-മാർ ഉൾപ്പെടെ 4 വനിതകൾ ടീമിൽ ഉണ്ട്. വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, ഇന്നലെ നമ്മൾ കണ്ടു അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങുന്നു, കൂടുതൽ ചോദ്യം ചെയ്യൽ വേണം. അതുമാത്രമല്ല, ഈ കുഞ്ഞിനെ പീഡിപ്പിച്ച കേസിലെ കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ അത് അമ്മയിൽ നിന്ന് തന്നെ തേടേണ്ടതുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇരുവരെയും ഒരുമിച്ചിരുത്തി ഇന്ന് ചോദ്യം ചെയ്യുക. അപ്പം തന്നെ അന്വേഷണ സംഘം വിപുലീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എന്തെല്ലാമാണ് ലഭിക്കുന്നത്? ഇന്ന് എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്? ഗുഡ് മോർണിംഗ്. ഈ കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ടും പോക്സോയുമായി ബന്ധപ്പെട്ടും വിപുലമായ ഒരു അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് റൂറൽ പോലീസ്. പ്രത്യേക സംഘം കഴിഞ്ഞ ദിവസം തന്നെ രൂപീകരിച്ചിരുന്നു. പുത്തൻകുരിശ് DYSPക്കാണ് അന്വേഷണ ചുമതല. ആ DYSPയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിലേക്കാണ് കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ നിലവിൽ ജോയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലം, ഈ കേസിലെ പ്രധാന പ്രതി കുട്ടിയുടെ അമ്മയാണ്, അവരൊരു വനിതയാണ്. അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിൻ്റെ പോക്സോയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ആ പശ്ചാത്തലത്തിലാണ് കേസിൽ കൂടുതൽ വനിതാ ഉദ്യോഗസ്ഥരെ ആഡ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് റൂറൽ പോലീസ് എത്തിയത്. അമ്മയെ 5 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുണ്ട്. ഇന്നായിരിക്കും അമ്മയുടെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുക. പ്രധാനമായും പോലീസിന് അറിയേണ്ടത് 2 കാര്യങ്ങളാണ്. ഒന്ന്, എന്തിനീ മകളെ കൊലപ്പെടുത്തിയെന്ന്. അമ്മ ആദ്യഘട്ടത്തിൽ കുട്ടിയെ കാണാതായ സമയത്തൊക്കെ കുറേ മൊഴി നൽകിയിരുന്നു. ഭർത്തൃ വീട്ടുകാരുടെ സങ്കടം കാണാൻ വേണ്ടി, അവർക്ക് കുഞ്ഞിനോടുള്ള സ്നേഹത്തിൽ ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അവരെ സങ്കടപ്പെടുത്താൻ വേണ്ടി കൊലപ്പെടുത്തിയ തരത്തിലുള്ള കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ പറഞ്ഞത്. പക്ഷേ ഇന്നലെയാണ് കുട്ടിയുടെ പീഡന വിവരം പുറത്തു വന്നത്. ഒരുപക്ഷെ ഈ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു, അത്തരത്തിൽ നിരന്തരം പീഡനത്തിനിരയായി, ഈ കാര്യങ്ങൾ അറിഞ്ഞതുകൊണ്ട് മകളെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണോ കൊലപ്പെടുത്തിയത് എന്ന കാര്യത്തിൽ ഒരു സംശയം പോലീസിലുണ്ട്. പക്ഷേ ഇപ്പോഴും പോലീസ് അത് സ്ഥിരീകരിച്ചിട്ടില്ല. 2 കേസായി തന്നെയാണ് അന്വേഷിക്കുന്നത്. പോക്സോയുമായി ബന്ധപ്പെട്ട് പുത്തൻകുരിശ് പോലീസാണ് FIR ഇട്ട് അന്വേഷിക്കുന്നത്. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ചെങ്ങമനാട് പോലീസിലാണ് FIR ഉള്ളത്. ഈ 2 കേസുകളും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുകയാണ് അന്വേഷണ സംഘം. അത് കണക്ട് ചെയ്യാൻ ഏതെങ്കിലും തരത്തിലുള്ള ലീഡ് ലഭിക്കുമോ എന്നാണ് പ്രധാനമായും നോക്കുന്നത്. ഈ കേസിൽ അമ്മ ഇപ്പോൾ ഓൾറെഡി കസ്റ്റഡിയിലുണ്ട്. പോക്സോ കേസുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ അച്ഛൻ്റെ അനിയൻ, അയാളെ ചോദ്യം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. ഇന്നലെ അയാളെ റിമാൻഡ് ചെയ്തിരുന്നു. അയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യണം. അയാളുടെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ടും തെളിവെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ഏറെ നിർണായകമായ നീക്കങ്ങൾ പോലീസിന് നടത്താനുണ്ട്. പ്രത്യേകിച്ച് ഒരു പോക്സോ കേസാണ്. 1.5 വർഷമായി പീഡനം നടക്കുന്നു എന്ന് പറയുമ്പോൾ ശാസ്ത്രീയ തെളിവുകളുടെ സമാഹരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരൽപ്പം വെല്ലുവിളിയായിരിക്കും. നേരത്തെ ചില കേസുകളിലൊക്കെ അത്തരം പാളിച്ചകളൊക്കെ പോലീസിൽ സംഭവിച്ചിട്ടുണ്ട്. അത് മറികടക്കാൻ വേണ്ടിയിട്ട് ശാസ്ത്രീയ തെളിവുകൾ സമാഹരിച്ച് ഈ 2 പ്രതികളെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചത്, എങ്ങനെയാണ് കുട്ടിയുടെ കൊലപാതകത്തിലേക്ക് നയിച്ചത്, ആ കുട്ടി നേരിട്ട കൊടും ക്രൂരതകൾ എന്തെല്ലാം, അത് ഈ അമ്മക്ക് അറിവുണ്ടായിരുന്നു, അതല്ലെങ്കിൽ ഈ പ്രതി മറ്റാരോടെങ്കിലും പറഞ്ഞിരുന്നോ, അമ്മ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ, അക്കാര്യങ്ങളൊക്കെ വിശദമായി പരിശോധിക്കും. പോക്സോ വിവരം അറിഞ്ഞിട്ട് ആരെങ്കിലും മറച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അവർ കൂടി അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് വരും. അവരെ കൂടി പ്രതി ചേർക്കേണ്ടതായിട്ടുണ്ട്. ആരെയും സംരക്ഷിക്കേണ്ടതില്ല എന്ന നിലപാട് ഇന്നലെ തന്നെ പോലീസും അതോടൊപ്പം തന്നെ ബാക്കി സംഘടനകളും ഒക്കെ വ്യക്തമാക്കിയിരുന്നു. ഇന്നലെ ആ
പ്രതിയായ ആളെ INTUC പുറത്താക്കുകയും ചെയ്യുന്നു. അങ്ങനെ സമഗ്രമായ ഒരു അന്വേഷണവും സമഗ്രമായ ഒരു നടപടിയിലേക്കും ഒക്കെ കടന്നിട്ടുണ്ട്. ഇനി ഈ കേസിൽ തെളിവ് സമാഹരണമാണുള്ളത്. പ്രതിയായ അമ്മയെ ഒരു പക്ഷേ 2 ദിവസത്തിനകം അല്ലെങ്കിൽ ഇന്നോ ഒക്കെയായി പലയിടങ്ങളിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള സാധ്യതയുണ്ട്. അതിനിടയിലായിരിക്കും ഈ പോക്സോ കേസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ഇരുവരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക. ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്ത് തന്നെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമായി കണക്കാക്കേണ്ടത്. സ്മിത, വിഷ്ണു, 2 കേസുകളാണുള്ളത്. ഒന്ന് ഈ കൊലപാതക കേസ്, മറ്റൊന്ന് പോക്സോ കേസ്. ഇതിൽ രണ്ടിലും എത്രത്തോളം മുന്നോട്ട് പോകാൻ അന്വേഷണ സംഘത്തിന് ഈ ഘട്ടത്തിൽ കഴിയുന്നുണ്ട്? അതിൽ തന്നെ അതിൻ്റെ നടപടികൾ തന്നെ ഏറ്റവും പ്രധാനം ഈ അമ്മയെയും കുട്ടിയുടെ ബന്ധുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. ഈ പീഡനം നേരത്തെ അമ്മ അറിഞ്ഞിരുന്നു, അതിൽ മനനൊന്താണോ ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. ആ വീട്ടിലെ തന്നെ ആർക്കെങ്കിലും ഈ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള അറിവുണ്ടായിരുന്നോ? ആരെങ്കിലും അത് മറച്ചു വെച്ചിട്ടുണ്ടോ? ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇക്കാര്യങ്ങളിൽ ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിന് മുന്നേ തന്നെ മുന്നോട്ട് പോകാനും ഹിന്ദികളിലേക്ക് എത്താനും അന്വേഷണ സംഘത്തിന് കഴിയുന്നുണ്ടോ വിഷ്ണു? ഈ മർഡറുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പോലീസിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. അതായത് അമ്മയുടെ CCTV ദൃശ്യങ്ങളുണ്ട്, അമ്മയുടെ മൊഴി ലഭിച്ചിട്ടുണ്ട്, ബന്ധുക്കളുടെ മൊഴിയുണ്ട്. അന്ന് സംഭവിച്ച ആ കാര്യങ്ങളൊക്കെ പോലീസിന് മുൻപിലുണ്ട്. അതുകൊണ്ട് ആ മർഡർ തെളിയിക്കാൻ പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ്. അവരുടെ ഇൻറ്റൻഷനും പ്രിപ്പറേഷനും നോളജും ഒക്കെ ഇതിനോടകം തന്നെ പോലീസിന് കൃത്യമായ കൺക്ലൂഷനിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ ആ കൊലപാതകം എന്തിനു ചെയ്തു എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഉള്ളത്. അമ്മ പ്രാഥമികമായി നൽകിയ മൊഴി പൂർണ്ണമായും പോലീസ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഈ ഭർത്തൃ വീട്ടുകാരെ സങ്കടപ്പെടുത്താൻ കൊലപ്പെടുത്തിയെന്ന് പറയുമ്പോൾ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും റീസൺ ഉണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. അതുകൂടിയാണ് കൊലപാതകവുമായി ബന്ധപ്പെട്ടുള്ള വിവരത്തിൽ ലഭിക്കാനുള്ളത്. മറ്റൊന്ന്, ഈ പോക്സോ കേസിനെ ഈ കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കണം. ഈ കുട്ടിയെ ഇത്തരത്തിൽ നിരന്തരമായി പീഡിപ്പിച്ചൊരു പശ്ചാത്തലത്തിൽ അവിടെ നിന്ന് കുട്ടിക്കൊരു മോചനം അല്ലെങ്കിൽ തനിക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റാത്തതിൻ്റെ നിസ്സഹായ അവസ്ഥയിൽ നിന്ന് ഒരമ്മ ആ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞ് കൊലപ്പെടുത്തിയതാണോ എന്ന കാര്യത്തിൽ ഒരു പരിശോധന വേണം. അതിൽ പ്രധാനമായും ഈ 2 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ അത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ. അമ്മയ്ക്ക് ഈ പീഡന വിവരം ഏതെങ്കിലും ഘട്ടത്തിൽ അറിയാമായിരുന്നോ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടോ? ഇവരും ഒരു സ്ഥലത്താണ് താമസിച്ചിരുന്നത്. 2.5 വയസ്സ് മുതൽ ആ കുട്ടിയെ പീഡിപ്പിക്കുന്നു, 1.5 വർഷത്തോളം ആ പീഡനം തുടർന്നു എന്നൊക്കെ പറയുമ്പോൾ അറിയാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ അങ്ങനെ പൂർണ്ണമായി അറിയണമെന്ന് നിർബന്ധവുമില്ല. ഇപ്പോൾ വണ്ടിപ്പെരിയാറിലൊക്കെ അങ്ങനെ 6-ാം വയസ്സിൽ ആ കുട്ടി മരിച്ച ശേഷം മാത്രമാണ് ആ പീഡന വിവരം പുറത്തു വന്നത്. അപ്പോൾ അങ്ങനെ പൂർണ്ണമായി അറിയണമെന്നില്ല. ഇരുവരുടെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ലഭിക്കുന്ന മൊഴികളുടെ അടിസ്ഥാനത്തിലായിരിക്കും ഒരു ഫൈനൽ കൺക്ലൂഷനിലേക്ക് ഈ 2 കേസുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതായത് ഈ പീഡനം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. ഇപ്പോൾ പോലീസ് 2 കേസായി തന്നെ അന്വേഷിക്കുകയാണ്. 2 കേസായി തന്നെ തെളിവെടുപ്പ് അല്ലെങ്കിൽ തെളിവ് സമാഹരണവും ആ രീതിയിൽ തന്നെയാണ് പുരോഗമിക്കുന്നത്. അതിൽ ഇനിയൊരു വ്യക്തത നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ പോക്സോ കേസ് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ഇരുവരെയും ഇരുത്തി ചോദ്യം ചെയ്താൽ മാത്രമേ അതിലൊരു കോൺക്രീറ്റ് കൺക്ലൂഷനിലേക്ക് പോലീസിന് എത്താനാകുകയുള്ളൂ. അന്വേഷണം ഒരുപാട് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് തെളിവ് സമാഹരണത്തിൻ്റെ കാര്യത്തിലാണ്. CCTV ഉണ്ട്, പ്രതികളുടെ മൊഴിയുണ്ട്, അതോടൊപ്പം തന്നെ അവിടുത്തെ അംഗനവാടി ടീച്ചറിൻ്റെ മൊഴി എടുത്തിട്ടുണ്ട്, ബന്ധുക്കളുടെ മൊഴിയുണ്ട്. അങ്ങനെ കൊലപാതകവുമായി ബന്ധപ്പെട്ടൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോക്സോയുമായി ബന്ധപ്പെട്ട് ശാസ്ത്രീയ തെളിവുകളാണ് പ്രധാനം. കാരണം ദൃക്സാക്ഷികൾ ആരുമില്ല. അതുകൊണ്ട് ശാസ്ത്രീയ തെളിവുകൾ തന്നെ അന്വേഷണ സംഘത്തിന് ആശ്രയിക്കേണ്ടി വരും. അങ്ങനെ തന്നെയാണ് അവർ മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. ശരി, വിഷ്ണു സുരേഷ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഇതിൽ ശാസ്ത്രീയ തെളിവുകൾ വളരെ പ്രധാനമാണ്. മുൻകാലങ്ങളിൽ ചില കേസുകളിൽ പോലീസിന് പാളിച്ച പറ്റിയതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് ശാസ്ത്രീയ തെളിവുകൾ പരമാവധി പോക്സോ കേസുമായി ബന്ധപ്പെട്ട് ശേഖരിക്കുക എന്നുള്ള നീക്കമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ഈ 2 കേസുകളും തമ്മിലുള്ള ബന്ധം വളരെ വലുതാണ്. അത് 2 കേസായാണ് രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നതെങ്കിലും എങ്കിൽ പോലും ഇവരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഈ അമ്മ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എൻ്റെ മകളെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നു. ആ രീതിയിൽ പറയുന്നത് ഒരു പക്ഷേ ഈ പീഡനം അതിനു മുൻപ് പീഡനം അത് അറിഞ്ഞിട്ടാണോ, അത് അമ്മ മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി ആരെങ്കിലും ഇത് മറച്ചു വെച്ചിട്ടുണ്ടോ? അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതിന് വരും ദിവസങ്ങളിൽ ഉത്തരം കിട്ടും എന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നെന്തായാലും ഒരുപക്ഷെ ഈ അമ്മയുമായി തെളിവെടുപ്പിനുള്ള സാധ്യതയും സംഭവസ്ഥലത്ത് തെളിവെടുപ്പിനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. വിഷ്ണു സുരേഷ് അതിന്റെ വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് പങ്കുവെക്കുകയായിരുന്നു. അടുത്ത റിപ്പോർട്ടിലേക്ക്. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴ പെയ്യുന്നുണ്ട് എറണാകുളം ജില്ലയിൽ. മറ്റ് ജില്ലകളിലും മഴയുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. കേരളത്തിൽ ഇന്നു മുതൽ മഴ ശക്തമാകുമെന്ന റിപ്പോർട്ടാണ്. 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊല്ലം, തിരുവനന്തപുരം ഒഴികെയുള്ള 12 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ്. ഈ മാസം 26-ാം തീയതി വരെ കേരളത്തിൽ പരക്കെ മഴ ലഭിക്കും എന്നുള്ളതാണ് മുന്നറിയിപ്പ്. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. ഇനിയുള്ള വരും മണിക്കൂറുകളിൽ മറ്റ് ജില്ലകളിൽ എത്രത്തോളം മഴ ലഭിക്കാനുള്ള സാധ്യത, അതുപോലെ ആ മഴയുടെ സ്വഭാവം,
എന്താണ് കാലാവസ്ഥാ വകുപ്പ് വിശദീകരിക്കുന്നത്? പ്രത്യേകിച്ച് ഈ തീരമേഖലയിൽ ഒരു ജാഗ്രത വേണം എന്നുള്ള മുന്നറിയിപ്പൊക്കെ ഇതിന്റെ ഭാഗമായി വന്നിട്ടുണ്ടല്ലോ. ഗുഡ് മോർണിംഗ് അശ്വിൻ. രജിത്, സ്മിത, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ തിരുവനന്തപുരം, കൊല്ലം അടക്കമുള്ള 2 ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പ് ഇന്ന് നൽകാത്തത്. മറ്റ് 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. യെല്ലോ അലേർട്ടാണ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. ഈ മഴ മുന്നറിയിപ്പ് ഇല്ലെങ്കിലും തിരുവനന്തപുരത്ത് ഇന്ന് പുലർച്ചെ അതിശക്തമായ മഴയാണ് രാവിലെ ഉണ്ടായിരുന്നത്. 4:30 മുതൽ ഏകദേശം ഒരു 5 മണി വരെ അത്യാവശ്യം നല്ല രീതിയിൽ മഴ ലഭിച്ചിരുന്നു. ഇപ്പോഴാണ് അല്പം മഴ മാറിയതെങ്കിലും കാലാവസ്ഥ ഒരു മഴയ്ക്ക് തയ്യാറായി നിൽക്കുന്ന അന്തരീക്ഷമാണ് ഇപ്പോഴും തിരുവനന്തപുരം ജില്ലയിൽ പലയിടത്തുമുള്ളത്. ഒപ്പം എറണാകുളം അടക്കമുള്ള സംസ്ഥാനത്തെ പല ജില്ലകളിലും പുലർച്ചെ മുതൽ തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇന്നു മുതൽ വരുന്ന 5 ദിവസത്തേക്ക് അതിശക്തമായ മഴയാണ് ഈ 12 ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാഗ്രത വേണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുണ്ട്. ഈ 12 ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇത് ഉണ്ടാക്കാൻ ശക്തമായ മഴയും അതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്നാലും ഈ നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന 27-ാം തീയതി കാലവർഷം കേരളത്തിൽ എത്തുമെന്നുള്ളതാണ്. പക്ഷേ അത് അല്പം കൂടി നേരത്തെ എത്തും എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ ഒരു പ്രവചനം. അതായത് 25-ാം തീയതിയോടുകൂടി 2 ദിവസത്തിനുള്ളിൽ കേരളത്തിലേക്ക് ഈ കാലവർഷം എത്തുമെന്നുള്ളതാണ് നിലവിലെ പ്രവചനം. അങ്ങനെയെങ്കിൽ കൂടുതൽ മുൻകരുതൽ നടപടികളൊക്കെ ഇപ്പോൾ തന്നെ എടുക്കേണ്ട സാഹചര്യമുണ്ട്. ഒപ്പം ഇന്ന് മുതലുള്ള ദിവസങ്ങളിൽ കള്ളക്കടൽ പ്രതിഭാസം അടക്കം ഉണ്ടാകാനുള്ള സാധ്യത പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളി അടക്കമുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള നിർദ്ദേശം കൂടി കാലാവസ്ഥാ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴ ഇനിയുള്ള ദിവസങ്ങളിൽ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടാകും എന്നുള്ളതാണ് നിലവിലെ മുന്നറിയിപ്പ്. ശ്രീജിത്ത്. ശരി, അശ്വിൻ പാലാഴ് വിവരങ്ങൾ നൽകുകയായിരുന്നു. നിലവിൽ 2 ജില്ലകൾ ഒഴികെ തിരുവനന്തപുരവും കൊല്ലവും ഒഴികെ ബാക്കി 12 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ് നിലനിൽക്കുന്നുണ്ട്. വരും മണിക്കൂറുകളിൽ മഴയുണ്ടാകും. എല്ലാവരും ജാഗ്രത പുലർത്തുക. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ മലബാർ മേഖലയിൽ നിന്നൊക്കെ ഉണ്ടായതാണ്. ഇപ്പോൾ യെല്ലോ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആശങ്കപ്പെടേണ്ട സാഹചര്യമൊന്നുമില്ല. പക്ഷേ വരും ദിവസങ്ങളിൽ മഴയുണ്ടാകും. ഈ വെള്ളക്കെട്ടുള്ള ഇടങ്ങളിൽ പല രീതിയിലുള്ള അപകടങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ജാഗ്രത പാലിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഷോക്കേറ്റ് മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ പലയിടങ്ങളിലും ഈ വൈദ്യുതി ലൈനൊക്കെ പൊട്ടി വീണ് കിടക്കാനുള്ള സാധ്യത. അപ്പം അതൊക്കെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ രാത്രിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മഴക്കാലത്ത് നന്നായി ശ്രദ്ധിക്കുക എന്നുള്ളത്. അതുപോലെ കാലവർഷം പ്രതീക്ഷിച്ചതിലും നേരത്തെ എത്താനാണ് സാധ്യത എന്നാണ് പറയുന്നത്. 2 ദിവസത്തിനകം കാലവർഷം എത്തിയേക്കും എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഇനി മലപ്പുറത്തേക്കാണ്. മലപ്പുറം കൂരിയാട് പണി നടന്നു വരുന്ന ദേശീയപാത ഇടിഞ്ഞു താഴുന്ന സംഭവത്തിൽ അതിൽ വലിയ രാഷ്ട്രീയ വിവാദം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അതിനിടയിൽ തന്നെ ഈ അപകടത്തിൻ്റെ കാരണം, അവിടെ വിദഗ്ധ പരിശോധന, ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് മുന്നിലേക്ക് എത്താൻ പോവുകയാണ്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് കഴിഞ്ഞ ആഴ്ച ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ജനങ്ങളുടെ ആശങ്കയും അവരുടെ പരാതികളും പിന്നീട് അതൊരു പ്രത്യക്ഷ പ്രതിഷേധത്തിലേക്ക് വരുന്നതും ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അതിന് പിന്നാലെയാണ് കോടതിയുടെ ഇടപെടൽ ഈ വിഷയത്തിലുണ്ടായത്. റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാൻ അടിയന്തര നടപടിയെടുക്കുമെന്നും ഇതിനായി ബന്ധപ്പെട്ടവരുമായി കൂടിയാലോചന നടക്കുകയാണെന്നും NHAI അറിയിച്ചിരുന്നു. വിവരങ്ങളുമായി വിഷ്ണു സുരേഷാണ് ചേരുന്നത് കൊച്ചിയിൽ നിന്ന്. വിഷ്ണു, ഈ വിഷയത്തിൽ വലിയ വിവാദം അങ്ങനെ ഒരു വശത്ത്, അതൊരു രാഷ്ട്രീയ രീതിയിലുള്ള വിവാദങ്ങളും പ്രതിഷേധങ്ങളും അതങ്ങനെ പോകുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്നലെ വന്ന വാർത്ത ഈ കരാർ കമ്പനിക്കെതിരായ നടപടി എടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ഇന്നിപ്പോൾ റിപ്പോർട്ട് സമർപ്പിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ, അദ്ദേഹം പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇത്തരം വിഷയങ്ങളിൽ സ്വമേധയാ ഒരു ഇടപെടൽ നടത്തുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഇന്ന് റിപ്പോർട്ട് സമർപ്പിക്കും. ബാക്കി എന്തെല്ലാം വിവരങ്ങളാണ്? 16-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ തന്നെ ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ടു. റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്ന അല്ലെങ്കിൽ അത് പരിഗണിക്കുന്ന ബെഞ്ചാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനേത്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഈ മലപ്പുറത്തെ വിഷയം ചൂണ്ടിക്കാണിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയോട് റിപ്പോർട്ട് നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. പ്രത്യേകിച്ചൊരു ബൃഹത് പദ്ധതിയാണ്, ജനങ്ങളുടെ ദീർഘകാല മുന്നോട്ട് പോകേണ്ട ഒരു പദ്ധതിയാണ്. ആ പദ്ധതിയിൽ നിന്നാണ് ഇത്ര വീഴ്ച സംഭവിച്ചത്. ആ ഒരു സാഹചര്യത്തിലാണ് അടിയന്തര റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. അന്ന് തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി കോടതിയെ ധരിപ്പിച്ചത് ഈ വിഷയം പരിഹരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരുമായി അടക്കം കൂടിയാലോചന നടക്കുകയാണെന്ന് അറിയിച്ചു. അതിൻ്റെ ഒരു വിശദമായ റിപ്പോർട്ടായിരിക്കും ഇന്ന് നൽകുക. ഈ റിപ്പോർട്ടിൽ ഒരുപക്ഷേ ഇന്നലെ കേന്ദ്രം സ്വീകരിച്ച നടപടിയടക്കം ഉണ്ടാകും. ഇന്നലെ ഇതിൻ്റെ കരാറുകായ KNR കൺസ്ട്രക്ഷനെ ഡീബാർ ചെയ്തിരുന്നു. അതോടൊപ്പം 2-3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും നാഷണൽ ഹൈവേ അതോറിറ്റി കോടതിക്ക് മുമ്പാകെ നൽകുക. കോടതി ആ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ള ആണ് ഇനി ആകാംക്ഷയോടെ അറിയാനുള്ളത്. ഒരു പക്ഷേ കൂടുതൽ ഇതിനോടകം തന്നെ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അമിക്കസ് ക്യൂരിയൊക്കെ വെച്ച് പഠനമൊക്കെ നടത്തുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഈ വിഷയം അന്വേഷിക്കാൻ കൂടി ഒരു അമിക്കസ് ക്യൂരി എത്താനുള്ള സാധ്യതയാണ് നിലവിലുള്ളത്. സ്മിത.
വിഷ്ണു, മറ്റൊന്ന് നേരത്തെ നമ്മൾ ചൂണ്ടിക്കാട്ടിയതുപോലെ ഇതുമായി ബന്ധപ്പെട്ടുള്ള രാഷ്ട്രീയ വിവാദങ്ങളാണ്. സംസ്ഥാന സർക്കാർ ഒരു അഭിമാന പദ്ധതി എന്നുള്ള നിലയിൽ ഇതിനെ അവതരിപ്പിക്കുകയും അത് ആ പദ്ധതി സാധ്യമാക്കിയതിന് പിന്നിൽ സർക്കാർ എത്രത്തോളം ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഒരു വലിയ പ്രചാരണ വിഷയമാക്കി അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ഘട്ടത്തിലാണ് ഇങ്ങനെ പലയിടങ്ങളിലും മണ്ണിടിയലും വിള്ളലുമൊക്കെ ഉണ്ടാകുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണം നമുക്കറിയാം, ഇതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിച്ചവർ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല, അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്നും രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ട്. ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പരാമർശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരികയാണെങ്കിൽ അതും ആ രാഷ്ട്രീയ വിവാദത്തിന് ചൂടേറ്റാനുള്ള സാധ്യതയുണ്ടല്ലോ വിഷ്ണു. രാഷ്ട്രീയമായ തർക്കം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ പുരോഗമിക്കുകയാണ്. അതിരൂക്ഷമായ രീതിയിൽ തന്നെ വാദപ്രതിവാദങ്ങൾ തുടരുകയാണ്. കോൺഗ്രസ് വലിയ രീതിയിൽ, അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ അവർ സ്വീകരിക്കുന്ന നിലപാട് സംസ്ഥാന സർക്കാരിനും വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ 4ാം വാർഷികത്തിലടക്കം നാഷണൽ ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വലിയ മേൽക്കൈയായി അല്ലെങ്കിൽ അവരുടെ ഒരു നേട്ടമായൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന സാഹചര്യമുണ്ട്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം പ്രതികരിച്ചത് ഇത് തകർന്നു വീണതും നിങ്ങളുടെ നേട്ടമായി തന്നെ പറയേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവുകേടായി തന്നെ പറയേണ്ടിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പൊതുമരാമത്ത് മന്ത്രിയാകട്ടെ ഈ വിഷയത്തിൽ കാര്യമായ പ്രതികരണം നടത്താനായിരുന്നില്ല. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി തന്നെ പൊതുമരാമത്ത് വകുപ്പിനെ പ്രതിരോധ കവചം തീർക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിന് കാര്യമായ ബന്ധങ്ങളില്ല. സ്ഥലം ഏറ്റെടുപ്പും അതോടൊപ്പം തന്നെ മറ്റ് അനുമതികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്തു നൽകിയിട്ടുള്ളത്. അത് ഞങ്ങൾ വളരെ കൃത്യമായി ചെയ്തു നൽകിയിരുന്നു. മുൻപ് ഉമ്മൻചാണ്ടി സർക്കാർ നടപ്പാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ പദ്ധതിയാണ് പിണറായി സർക്കാർ എത്തുകയും പിന്നീട് സ്ഥലം ഏറ്റെടുത്ത് ഈ പദ്ധതിയുമായി ഏറെ ദൂരം മുന്നോട്ട് കൊണ്ടുപോകാനാകുകയും ചെയ്തത്. അത് പിണറായി സർക്കാരിൻ്റെ അല്ലെങ്കിൽ LDF ഗവൺമെൻറ് ഒരു നേട്ടമായി തന്നെ ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. പക്ഷേ ഈ തകർച്ചയുമായി ബന്ധപ്പെട്ട് അത് നിർമ്മാണ കമ്പനിക്ക് വീഴ്ച സംഭവിച്ചതാണ്. നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല എന്നൊരു സ്റ്റാൻഡിലാണ് LDF ഉള്ളത്. പക്ഷേ കോൺഗ്രസ് ആകട്ടെ അതിരൂക്ഷ വിമർശനം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെതിരെയും നടത്തുന്നു. ഇന്നലെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് വന്നൊരു പ്രതികരണമുണ്ട്. ഈ അലൈൻമെന്റിൽ ഒരു വ്യത്യാസം വരുത്തി, അതാണ് 3 തവണയോളം വ്യത്യാസം വരുത്തി, അതാണ് ഈ പ്രതിസന്ധികൾക്ക് വഴിവെച്ചതെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഇനി എന്ത് പ്രതികരണമാണുള്ളത്? ആർക്ക് വേണ്ടി അത്തരത്തിലൊരു സംഭവം ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഒരു അലൈൻമെന്റ് ആണ്, അതെങ്ങനെ പെട്ടെന്ന് മാറ്റാനാകുമെന്നൊരു ചോദ്യമൊക്കെ അവിടെയുണ്ട്. ആ സുരേഷ് ഗോപിയുടെ പ്രതികരണവുമായി ബന്ധപ്പെട്ടായിരിക്കും ഒരു പക്ഷേ ഇന്ന് കൂടുതൽ വാദപ്രതിവാദങ്ങളൊക്കെ ഈ വിഷയത്തിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത. രാഷ്ട്രീയ തർക്കങ്ങളും ഒരുപക്ഷെ ആ പ്രസ്താവനയുമായി ബന്ധപ്പെട്ടായിരിക്കും ഉണ്ടാകുക. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തൊക്കെ തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വിവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ അതൊക്കെ അങ്ങനെ നടക്കുമ്പോഴും ജനങ്ങളുടെ ഒരു ആശങ്കയുണ്ട് ഇക്കാര്യത്തിലുള്ളത്. അപ്പോൾ അത് പരിഹരിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. അതിന് ഇക്കാര്യത്തിൽ എന്ത് നടപടി ഉണ്ടാകും? അതാണ് ഒരു ചോദ്യം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അവിടെയുള്ള മണ്ണ് പരിശോധനയുമായി ബന്ധപ്പെട്ട് ഈ പരിസ്ഥിതി ആഘാതവുമായി ബന്ധപ്പെട്ടൊക്കെ അവർ നേരത്തെ തന്നെ ആക്ഷേപങ്ങൾ ഉയർത്തിയിരുന്നു. പക്ഷേ അതൊന്നും ചെവിക്കൊണ്ടില്ല, ആ നിർമ്മാണവുമായി മുന്നോട്ട് പോയി എന്നുള്ള ആക്ഷേപമൊക്കെയാണ് അവർ ഉയർത്തുന്നത്. എന്തായാലും നിർമ്മാണ കമ്പനി തന്നെ ഞങ്ങൾക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. അതുപോലെ വിഷ്ണു ചൂണ്ടിക്കാട്ടിയതുപോലെ ഇന്നലെ വന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണം അത് ശ്രദ്ധേയമാണ്. അത് വലിയ രീതിയിൽ ചർച്ചയാവുന്നുണ്ട്. പ്രതിപക്ഷം അത് ഏറ്റെടുത്തുകൊണ്ട് തന്നെ രാഷ്ട്രീയ നമ്മുടെ പൊതുജനം കഴുതയുള്ള പരിപാടിയിലാണ് നമ്മുടെ ഒരു പ്രേക്ഷകൻ അവിടെ നിന്നുള്ള ഒരു നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞൊരു കാര്യമാണ്. ഇതിപ്പോൾ രാഷ്ട്രീയം പറയുന്നു, ഇപ്പോൾ കേന്ദ്രവും സംസ്ഥാനവും ഇരുകൂട്ടരും ഇതിൽ ഒരു ക്രെഡിറ്റ് അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ യത്തീമായ കുട്ടിയായി മാറിയിരിക്കുന്നു ഒരു പ്രശ്നം വന്നപ്പോൾ എന്നുള്ളതാണ്. അപ്പോൾ നാട്ടുകാരുടെ പ്രതികരണങ്ങൾ അത് ഏറ്റവും പ്രധാനമാണ്. കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. അത് അവർക്ക് ഗുണകരമാകുക എന്നുള്ളതാണ്. ഇനി നമുക്ക് ഡൽഹിയിലേക്ക് പോകാവുന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിനായി MP-മാരുടെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘം ഇന്ന് ബഹ്റൈനിലെത്തുന്നു. BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള 8 പേരടങ്ങുന്ന സംഘമാണ് ബഹ്റൈനിലേക്ക് എത്തുന്നത്. MP-മാരായ നിഷികാന്ത് ദുബെ, രേഖ ശർമ്മ, അസദുദ്ദീൻ ഒവൈസി, ഗുലാം നബി ആസാദ് എന്നിവർ സംഘത്തിലുണ്ട്. വിവരങ്ങളുമായി വിനിത വിജയാണ് ചേരുന്നത്. വിനിത, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിത. വിനിത, ഈ ഗുഡ് മോർണിംഗ് സ്മിത. യെസ്, വെരി ഗുഡ് മോർണിംഗ് സ്മിത. പറഞ്ഞോളൂ വിനിത, പറഞ്ഞോളൂ. വെരി ഗുഡ് മോർണിംഗ് സ്മിത ആൻഡ് TK. രണ്ടുപേരും സൂചിപ്പിച്ചതുപോലെ
ഈ പ്രതിനിധി സംഘത്തിന്റെ 3 ടീമുകൾ അവർ നേരത്തെ തന്നെ യാത്ര തിരിച്ചിട്ടുണ്ട്. റഷ്യ, ജപ്പാൻ, ഒപ്പം തന്നെ UAE എന്നിവിടങ്ങളിലൊക്കെ അവർ സന്ദർശനം നടത്തുകയാണ്. അവിടെയുള്ള പ്രമുഖർ, ഇന്ത്യൻ സമൂഹം, നയതന്ത്രജ്ഞർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിവരുമൊക്കെയായി തന്നെ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുക, ഒപ്പം തന്നെ ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ നിലപാട് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ അറിയിക്കുക, പാകിസ്ഥാനെ ലോകരാജ്യങ്ങളിൽ അവരെ ഒറ്റപ്പെടുത്തുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ ഭീകരതയെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ നിലപാട് തുറന്നു കാട്ടുക ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇന്ന് 4ാമത്തെ പ്രതിനിധി സംഘമാണ് യാത്ര തിരിക്കുന്നത്. രാവിലെയോട് കൂടി തന്നെ അവർ യാത്ര തിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. രേഖ ശർമ്മ, അസുദ്ദീൻ ഒവൈസി ഉൾപ്പെടെയുള്ള, ഗുലാം നബി ആസാദ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ആ ടീമിലുണ്ട്. 8 പേരടങ്ങുന്ന സംഘമാണ് ഇന്ന് ബഹ്റിനിലേക്ക് യാത്ര തിരിക്കുന്നത്. ബഹ്റിനിലെ സന്ദർശനത്തിന് ശേഷം അവർ പിന്നീട് കുവൈറ്റിലേക്കും അവിടെ നിന്ന് സൗദി അറേബ്യയിലേക്കും യാത്ര തിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അവിടെ എത്തുന്നവർ അവിടെയുള്ള പ്രമുഖർ, അവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ, ഇന്ത്യൻ സമൂഹം എന്നിവരുമൊക്കെയായി കൂടിക്കാഴ്ച നടത്തും. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലുള്ള ഇന്ത്യയുടെ നയം അവിടെ വ്യക്തമാക്കും. അതിനുശേഷം മാധ്യമങ്ങളെ കാണും. മാധ്യമങ്ങളെ കണ്ട് ഓരോ ദിവസത്തെയും സാഹചര്യം എന്താണ് എന്നുള്ളത് അവർ വിശദീകരിക്കും. ഇങ്ങനെ വളരെ വിശദമായിട്ടുള്ള ഒരു പരിപാടികൾ നയതന്ത്ര തലത്തിലൊക്കെ ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. നിലവിൽ 8 ടീമുകളായിട്ടാണ് ഈ സംഘങ്ങൾ യാത്ര തിരിക്കുന്നത്. 59 പേരടങ്ങുന്ന സംഘങ്ങളാണ്. അവർ 8 ടീമുകളായി ഇങ്ങനെ യാത്ര തിരിക്കുകയാണ്. ഒരുപക്ഷെ അധികം വൈകാതെ തന്നെ ഇനി ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്, സുപ്രിയ സുരയുടെ നേതൃത്വത്തിലുള്ള സംഘമുണ്ട്. ഇവരൊക്കെ തന്നെ നാളെയും മറ്റന്നാളും ഒക്കെയായി വിവിധ രാജ്യങ്ങൾ സന്ദർശിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഓരോ രാജ്യങ്ങളിലും സന്ദർശനം നടത്തി അവിടെയുള്ള മാധ്യമങ്ങളെ കണ്ട് ആ ഓരോ ദിവസത്തെയും സ്ഥിതിഗതികൾ അവർ വളരെ വ്യക്തമായി തന്നെ അറിയിക്കും. നേരത്തെ തന്നെ വിദേശകാര്യ സെക്രട്ടറി വിശ്രം മിശ്രി ഈ യാത്ര തിരിക്കുന്ന അംഗങ്ങളെയൊക്കെ തന്നെ നേരിൽ കണ്ട് ഇന്ത്യയുടെ നയം അവിടെ എന്താണെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സ്മിത. ശരി, വിനീത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. പാകിസ്ഥാന് മേൽ അതിശക്തമായ സൈനിക നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായതിനു പിന്നാലെ പാകിസ്ഥാനെ അന്താരാഷ്ട്ര തലത്തിൽ തുറന്നു കാട്ടുക, അവർ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുന്ന നയം സ്വീകരിക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ദൗത്യം. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും അവകാശവാദങ്ങളും ഒക്കെ ഉയരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അപ്പോൾ അത് എന്താണ് യാഥാർത്ഥ്യം, ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്തിനായിരുന്നു, ഏത് രീതിയിലാണ് അത് നടപ്പാക്കിയത്, നിലവിലെ സ്ഥിതി, ഇതെല്ലാം തന്നെ വിശദമായി തന്നെ ഈ എല്ലാ രാജ്യങ്ങളിലേക്കും എത്തിക്കുക, ആ സന്ദേശം എത്തിക്കുക, അതാണ് ലക്ഷ്യം. അപ്പോൾ അത് ആ രീതിയിലുള്ള നടപടികൾ അതങ്ങനെ പുരോഗമിക്കുകയാണ് അല്ലേ? അതെ, 8 സംഘങ്ങളെയാണ് കേന്ദ്ര സർക്കാർ അതിനായി നിയോഗിച്ചിട്ടുള്ളത്. ഇന്നിപ്പോൾ BJP MP ബൈജയന്ത് പാണ്ഡെയുടെ നേതൃത്വത്തിലുള്ള 8 പേരടങ്ങുന്ന സംഘം അവർ ബഹ്റൈനിലേക്ക് എത്താൻ പോവുകയാണ്, കാര്യങ്ങൾ വിശദീകരിക്കാൻ പോവുകയാണ്. വിനീത വിജി അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്തയിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് ആ വാർത്ത. തൃശ്ശൂർ പാലിയക്കരയിൽ ലോറിയിൽ കടത്തുകയായിരുന്ന കഞ്ചാവ് പിടികൂടി 4 യുവാക്കളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒഡീഷയിൽ നിന്നാണ് സംഘം കഞ്ചാവ് എത്തിച്ചത്. സൂരജ് സജിയാണ് ചേരുന്നത് വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഗുഡ് മോർണിംഗ്. സൂരജ്, എങ്ങനെയാണ് ഈ ലോറിയിൽ കടത്തുകയായിരുന്ന ഈ കഞ്ചാവ് അത് പിടികൂടാൻ ഏത് രീതിയിലുള്ള പരിശോധന നേരത്തെ വിവരം ലഭിച്ചിട്ടാണോ? ആരെയാണ് ഇപ്പോൾ പിടികൂടിയിട്ടുള്ളത്? പറയും. സ്മിത, രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഈ കഞ്ചാവ് പിടികൂടിയിരിക്കുന്നത്. ഒഡീഷയിൽ നിന്ന് ലോറിയിൽ ഈ കേരളത്തിലേക്ക് കഞ്ചാവ് കടത്തുകയായിരുന്നു എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ രഹസ്യ വിവരം ലഭിക്കുകയും പിന്നീട് പാലിയക്കരയിൽ നടത്തിയ വാഹന പരിശോധനയിൽ സംഘം പിടിയിലാവുകയുമായിരുന്നു. തൃശൂർ സ്വദേശികളായ സിജോ, ആലുവ സ്വദേശിയായിട്ടുള്ള ആശ്വിൻ, ഹാരിസ്, പാലക്കാട് സ്വദേശിയായിട്ടുള്ള ജാബിർ എന്നിവരാണ് നിലവിൽ പിടിയിലായിട്ടുള്ളത്. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘത്തിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ ഈ വാഹന പരിശോധന നടത്തിയത്. ഈ കഞ്ചാവ് കേരളത്തിൽ വിൽപ്പനയ്ക്ക് വേണ്ടി എത്തിച്ചിരുന്നതായിരുന്നു സംഘം എന്നുള്ളതാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ എവിടെയാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത്, ആർക്കൊക്കെയാണ് വിൽപ്പന നടത്തിയിരുന്നത് എന്ന് സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങൾ പ്രതികളിൽ നിന്ന് ആരായുന്നുണ്ട്. നിലവിൽ ഇവരെ കസ്റ്റഡിയിലെടുത്തിട്ടേ ഉള്ളൂ. 1 മണിക്കൂർ മുമ്പാണ്, ഏകദേശം 5 മണിയോടുകൂടിയാണ് ഈ പാലിയക്കരയിൽ നിന്ന് കഞ്ചാവുമായി ഇപ്പോൾ 4 പേർ പിടിയിലായിരിക്കുന്നത്. 120 കിലോയിലധികം വരുന്ന കഞ്ചാവാണ് കണ്ടെടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സൂരജി, 120 കിലോ എന്ന് പറഞ്ഞാൽ വലിയ അളവാണ്. അത് വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് എന്നും പറയുന്നു. ഏതൊക്കെ മേഖലകളിലേക്ക് അവരിൽ നിന്ന് എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ പോലീസിന്? സൂരജ്, തൃശൂർ, എറണാകുളം ജില്ലകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വിൽപ്പനയ്ക്കായി എത്തിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി ഇവർ നൽകിയിരിക്കുന്ന മൊഴി. ഇവർ തന്നെ ലോറിയുമായി ഒഡീഷയിലെത്തി അവിടെ നിന്ന് ഈ കഞ്ചാവ് വാങ്ങി തിരികെ വരികയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതും ഒഡീഷയിലെ
ലഭിക്കുന്ന മുന്തി ഇനം കഞ്ചാവാണ് ഈ പ്രതികളിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ആർക്കൊക്കെയാണ് ഇവർ വിൽപ്പന നടത്തിയിരുന്നത് എന്നുള്ളത് സംബന്ധിച്ച് കൃത്യമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നു. അവരുടെ മൊബൈൽ ഫോണുകൾ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് അത്തരം അന്വേഷണങ്ങളിലേക്ക് പോകും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. തൃശൂർ റൂറൽ ഡാൻസർ സംഘത്തിനാണ് ഒരു രഹസ്യ വിവരം ലഭിക്കുന്നത്. ലോറിയിൽ ഇങ്ങനെ ഇത്തരത്തിൽ കഞ്ചാവ് കടത്തുന്നു എന്ന് വിവരം ലഭിക്കുന്നു. അങ്ങനെ പാനിക്കര ടോൾ പ്ലാസ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ 4 പേർ പിടിയിലായിരിക്കുന്നത്. 120 കിലോയിലധികം കഞ്ചാവാണ് കണ്ടെടുത്തിട്ടുള്ളത്. എന്തായാലും ഈ കഞ്ചാവ് എത്രയുണ്ട് എന്നെ സംബന്ധിച്ച് അതിന്റെ അളവടക്കം തിട്ടപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. ശരി, സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുക. ഈ സൂരജ് പറഞ്ഞത് മുന്തിയ ഇനം കഞ്ചാവാണ് പിടികൂടിയതെന്നാണ്. അപ്പൊ ഈ കഞ്ചാവിൽ ഹൈബ്രിഡ് കഞ്ചാവാകാനുള്ള ഒരു സാധ്യതയുണ്ട്, അല്ലാതെ തന്നെ കഞ്ചാവിൽ ഈ തേയിലയൊക്കെ പോലെ ഗ്രേഡുകൾ ഉണ്ടാകും. അല്ല, സാധാരണ നിലയിൽ ഹൈബ്രിഡ് കഞ്ചാവാണെങ്കിൽ അത് പ്രത്യേകമായി പോലീസ് അറിയിക്കാറുണ്ട്. ഇനി നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകാം അല്ലേ. സംസ്ഥാന സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് തിരുവനന്തപുരത്ത് സമാപനമാവുകയാണ്. ഏപ്രിൽ 21-ന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച പരിപാടികളാണ് 13 ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കി തിരുവനന്തപുരത്ത് സമാപിക്കുന്നത്. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ജില്ലാതല അവലോകന യോഗവും ചേരും. രാവിലെ 10:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് പൗരപ്രമുഖരുടെ യോഗം ചേരുക. വിവരങ്ങളുമായി അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അശ്വിൻ, ഈ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ വിശദീകരിക്കുന്നുണ്ട്, മുഖ്യമന്ത്രി അടക്കം നേരിട്ട് വിശദീകരിക്കുന്നുണ്ട്. ഈ വാർഷികാഘോഷ പരിപാടികളിൽ ഉണ്ടാകുന്ന പൊതുജന പങ്കാളിത്തം അത് സർക്കാരിൻ്റെ സ്വീകാര്യതയുടെ തെളിവാണ് എന്നാവർത്തിച്ച് മുഖ്യമന്ത്രി പറയുന്നുണ്ട്. പക്ഷേ അതിനിടയിലും ഈ ആഘോഷത്തിൻ്റെ നിറം കെടുത്തിക്കൊണ്ടുണ്ടാകുന്ന വിവാദങ്ങൾ, ഈ ദേശീയപാതയിലെ പ്രശ്നമടക്കം. അശ്വിൻ, ദേശീയപാത 66-ലെ നിർമ്മാണ പിഴ ഉൾപ്പെടെയുള്ള വിവിധ വിവാദങ്ങൾ, നിരവധി വിവാദങ്ങൾ സർക്കാരിനെ വേട്ടയാടുന്നതിനിടെയാണ് സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ സമാപനം ഇന്ന് തലസ്ഥാനത്ത് നടക്കുന്നത്. രാവിലെ മുതൽ ഇതുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ തലസ്ഥാനത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന യോഗങ്ങളടക്കം ഇതിലുണ്ട്. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ വിവിധ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ ആളുകൾ പങ്കെടുക്കുന്ന യോഗങ്ങളൊക്കെ ഈ വാർഷികാഘോഷ സമാപനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിൽ സാധാരണക്കാരിൽ തുടങ്ങി പ്രമുഖരായ ആളുകൾ വരെ പങ്കെടുക്കുന്ന പല യോഗങ്ങളാണ് ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം സർക്കാരിൻ്റെ കഴിഞ്ഞ 4 വർഷത്തെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അതുകൂടി ഇന്ന് കേരളത്തിന് മുന്നിൽ മുഖ്യമന്ത്രി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 4 വർഷങ്ങളിൽ സർക്കാർ ചെയ്ത പ്രവർത്തനങ്ങൾ, അതിലേറ്റവും പ്രധാനമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തൊക്കെ നടപ്പാക്കി എന്നുള്ള കാര്യങ്ങളായിരിക്കും ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത്. അതുതന്നെ സർക്കാർ എത്ര ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതിൻ്റെ സൂചന കൂടിയാണ്. ഞങ്ങൾ പറഞ്ഞതിൽ ഇത്ര കാര്യങ്ങൾ ഞങ്ങൾ നടപ്പാക്കിയെന്ന് ജനങ്ങളോട് പറയാൻ ആത്മവിശ്വാസത്തിലാണ് സർക്കാർ ഉള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി ഉയർത്തി കാണിക്കുക ഒരുപക്ഷെ ദേശീയപാത 66 തന്നെയായിരിക്കും. ഇന്നലെ മന്ത്രി മുഹമ്മദ് റിയാസ് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ട വീഡിയോയിലടക്കം തങ്ങളുടെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായിരുന്നു ദേശീയപാത 66 സംസ്ഥാന സർക്കാർ നടപ്പാക്കും എന്നുള്ളത്. അത് നടപ്പാക്കി അത് ഏകദേശം ഒരു പൂർണ്ണതയിൽ എത്തിച്ചു എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്ന് മന്ത്രി റിയാസ് തന്നെ പറയുകയും ചെയ്തു. എന്തായാലും അത്തരത്തിൽ വലിയ വിവാദങ്ങൾ സർക്കാരിനെ വേട്ടയാടുന്നതിനിടയ്ക്ക് നടക്കുന്ന ഈ സർക്കാരിൻ്റെ വാർഷികാഘോഷങ്ങൾ, അതിൻ്റെ സമാപനം വലിയ പ്രാധാന്യമുള്ളതാണ്. പ്രത്യേകിച്ച് ഇത് ഒരു ധൂർത്ത് പരിപാടിയാണെന്ന് പ്രതിപക്ഷമൊക്കെ ആരോപിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് വലിയ ജനപങ്കാളിത്തത്തോടു കൂടി ഇതിൻ്റെ സമാപനം, ഈ വാർഷികാഘോഷ പരിപാടികളുടെ സമാപനം ഇന്ന് തലസ്ഥാന നഗരിയിൽ നടക്കുക. എന്തായാലും രാവിലെ 10 മണി മുതൽ വിവിധ പരിപാടികൾ എല്ലാ മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് വലിയ ആഘോഷപൂർവ്വം തന്നെ നടക്കുകയും ചെയ്യും. റിജിത്ത്, ശരി. അശ്വിൻ പാലാഴി തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. അശ്വിൻ പറഞ്ഞതുപോലെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് മുമ്പിലേക്ക് സർക്കാർ വയ്ക്കുകയാണ്. സർക്കാർ അത്രത്തോളം ആത്മവിശ്വാസം വെച്ച് പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ് അതിനൊരു വിലയിരുത്തലായി നമ്മൾ കാണേണ്ടത്. അതിനിടയിലും ഏറ്റവും ശ്രദ്ധേയം വലിയ രീതിയിലുള്ള വിവാദങ്ങൾ സർക്കാരിനെ ഈ ആഘോഷങ്ങൾക്കിടയിലും തിരിഞ്ഞുകൊത്തുന്നുണ്ട് എന്നതാണ്.